ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ സ്പ്രീതിയുടെ ജംബോ സർക്കസോട് കൂടിയാണ്. ഈ സമയങ്ങളിൽ തെരുവ് സർക്കസുകളിൽ അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ഒരു കൊച്ചു ബാലികയാണ് നിങ്ങൾ ഈ കാണുന്നത്. കുളിച്ചില്ലെങ്കിലും കുളിച്ചിട്ടുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരുങ്ങിക്കെട്ടി ഞങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നല്ലേ നിങ്ങൾ ഈ ചിന്തിക്കുന്നത്. അങ്ങോട്ടും അല്ല, കഴിക്കാനാ. ഇന്ന് ഞാൻ കപ്പ ബിരിയാണി മൊത്തം തിന്നില്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഫുള്ള് 10 പുഷപ്പ്. ഓക്കെ, കപ്പ ബിരിയാണി കഴിച്ചില്ല നിങ്ങൾ 3 പേര് 10 പുഷപ്പ് എടുക്കോ? കൂടുതലൊന്നും വ്യക്തമാക്കണ്ടല്ലോ. ഈ സംഭവത്തിന്റെ കിടപ്പുവശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്റെ ഒടുക്കത്തെ ഓവർ കോൺഫിഡൻസ് ഞാൻ കാവട് തുള്ളി പോകുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടോ ഞാൻ കഴിച്ച് തീർക്കോ ഇല്ലയോന്ന്. നേരത്തെ ഇപ്പം മെയിൻ താഴത്തെ ചേട്ടനാണെങ്കിൽ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ടറിയാം എന്താകുമോ എന്തോ. ഒരു ചലഞ്ചിന് വേണ്ടി മാത്രം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വൈകിട്ടത്തെ ബജ്ജി പോലും കഴിക്കാതാണ് വന്നേക്കുന്ന, വയറ് കാലിയാക്കിയിട്ട്. കേരള സ്റ്റോറി 2 ആ ബീഫ് കഴിക്കാത്ത പെണ്ണില്ലേ, അത് ഇവളാണെന്ന് തോന്നുന്നു. ഇവളെ ഇൻസ്പയർ ചെയ്തിട്ടാണ് തോന്നുന്നു അവർ ആ സിനിമ ഇറക്കിയേക്കുന്നത്. ആദ്യത്തെ വീട്ടിൽ എല്ലാവരും ബീഫും പോർക്കും ഒക്കെ കഴിക്കും കേട്ടോ, അവള് മാത്രമേ ഉള്ളതൊന്നും കഴിക്കാത്തത്. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ഫുഡ് ചലഞ്ച് ഏറ്റെടുത്തിട്ട് ആദ്യമായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. കഷ്ടപ്പെട്ട് തിന്നപ്പോൾ അവളുമാര് പറയുവാണ് ഇന്നത്തെ ഫുഡ് കുറവായിരുന്നു, ക്വാണ്ടിറ്റി കുറവായിരുന്നു, അതുകൊണ്ട് എനിക്ക് തിന്നാൻ പറ്റിയെന്ന്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാ ആഴ്ചത്തെയും പോലെ നമ്മൾ SN സൂപ്പർ മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ട്. അപ്പൂന് കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആശ്രമം ഗ്രൗണ്ടിലോട്ട് വന്നു കേട്ടോ. അവിടെ വന്നിട്ട് കുറച്ചു നേരം കളിയൊക്കെ കണ്ടിരിക്കാം, കുറച്ച് ആമ്പുളാരെ വാങ്ങി നോക്കാന്നൊക്കെ പറഞ്ഞ് വന്നേ. പക്ഷെ എന്താ, അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ഉള്ളതാണെങ്കിൽ നമ്മളെക്കാട്ടി കുറെ ചെറിയ ആമ്പുള്ളാരും. വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.